അഹമ്മദാബാദിൽ ആദ്യ പന്തെറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഫൈനൽ പോരാട്ടത്തിന്റെ ആവേശം ഇങ്ങ് കൊച്ചിയിലുമുണ്ട്. ആ ആവേശം പങ്കുവയ്ക്കുകയാണ് കുരുന്ന് ക്രിക്കറ്റർമാർ. കെ പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. T20 ലോകകപ്പിന്റെ കലാശ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അഹമ്മദാബാദിലാണ് മത്സരം. പക്ഷേ അതിന്റെ ആവേശം കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്. കുറച്ച് കുരുന്ന് ക്രിക്കറ്റർമാർ നമുക്കൊപ്പം ചേരുകയാണ്. അവർ വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ടീമിനെ കുറിച്ച്. എങ്ങനെയുണ്ട് മത്സരം? ഒരു ആവേശത്തിലേക്ക് വരികയാണ്. ഫൈനലാണ്. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? നമ്മൾ ജയിക്കും. സഞ്ജു നല്ലോണം അടിക്കും. എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള കളിയൊക്കെ? ഏറ്റവും നല്ലോണം പോലെ കളിച്ച് വെസ്റ്റ് ഇൻഡീസിന്റെ കൂടെ 98 റൺസ് അടിച്ചു. പിന്നെ ഇംഗ്ലണ്ടിന്റെ കൂടെ 88 റൺസ് അടിച്ച് ഇന്ന് എന്തായാലും മാൻ ഓഫ് ദ മാച്ചും സെഞ്ചുറി അടിക്കും. എല്ലാവർക്കും സഞ്ജുവിലാണോ പ്രതീക്ഷ? യെസ്, ഇന്ന് ഇന്ത്യൻ ടീമിന് 200 കൂടുതൽ റൺ അടിക്കും. സഞ്ജു ആയിരിക്കും അതിന് മെയിൻ ആള്. വേറെ ആരാ ഇഷ്ടം? സഞ്ജു അല്ലാതെ? അഭിഷേക് ശർമ്മ. ശർമ്മ ഇതുവരെ പക്ഷെ കാര്യമായി കളിച്ചിട്ടില്ല. പക്ഷേ ഈ മാച്ചിന് നല്ലതായി കളിക്കും എന്ന് വിശ്വാസമുണ്ട്. വേറെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നവരുണ്ടോ? സൂര്യകുമാർ ഇന്നും അടിക്കും. സൂര്യകുമാറും ഉണ്ടാവും. പക്ഷെ ഈ കളിയിലൊന്നും സ്കൈ വലിയ ഫോമിലേക്ക് വന്നിട്ടില്ല. വരും, എന്തായാലും വരും. ശിവൻ ദുബെ നല്ലോണം അടിക്കും. നമ്മളെ വീണ്ടും ഒരു പ്രതീക്ഷയാവും. പക്ഷെ നല്ല ടീമാണ് ന്യൂസിലൻഡ്. ഫിന്നലും സംഘവും അടങ്ങുന്ന വലിയ ടീമാണ്. അവരൊന്നും നമ്മളെ ബൂമറെല്ലാം വിക്കറ്റ് കൊടുക്കും. ചക്രവർത്തി അക്സരെല്ലാം അവരെ സ്റ്റമ്പ് തെറിപ്പിക്കും. ഉറപ്പായിട്ടും. എന്തായാലും ആവേശം എത്രത്തോളാണ്? എന്തായാലും ജയിക്കും. നമ്മൾ ജയിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? സഞ്ജു സാംസൺ. ഈ കുരുന്ന് കൂട്ടുകാർ മാത്രമല്ല, നമ്മുടെ ഒപ്പം കേരളത്തിന്റെ അണ്ടർ 23 ടീമിന്റെ പരിശീലനം കൂടിയായ സെബാസ്റ്റ്യൻ സാറുണ്ട്. സാർ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ടീമിന്റെ ഒരു പ്രതീക്ഷകൾ? ടീമിന്റെ ഹോപ്സ് ലാസ്റ്റ് 3 എടുത്ത് നോക്കുകയാണ്. ഡെഫിനറ്റ്ലി ഇന്ത്യ തന്നെ അപ്പർ ഹാൻഡ്. പക്ഷേ ന്യൂസിലാൻഡ് നമുക്ക് അത്രയ്ക്ക് ലൈറ്റ് എടുക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഇന്ത്യ. ആൻഡ് ഓൾസോ നമ്മൾ സഞ്ജു ഉണ്ടല്ലോ, ഒരു മലയാളി ടീമിലുണ്ട്. എന്തായാലും നമ്മൾ ജയിക്കും. എന്തായാലും ഈ ന്യൂസിലൻഡ് ടീം നേരത്തെ നമ്മൾ കണ്ട കളി പോലെയല്ല. ന്യൂസിലൻഡ് ഓരോ കളിയിലും മെച്ചപ്പെട്ട് വരികയാണ്. പ്രത്യേക ഫിന്നലൻ, ഫിലിപ്സ്, അതുപോലെ തന്നെ ലാസ്റ്റ് ബാറ്റ്സ്മാൻ വരെ ഇങ്ങനെ നിൽക്കുകയാണ്. ഫെർഗ്യൂസനൊക്കെ. എങ്ങനെയാണ് ആ ഒരു ടീമിനെ കൂടി വിലയിരുത്തുന്നത്? ന്യൂസിലാൻഡ് ഇപ്പോൾ നമ്മൾ ഇന്ത്യ ന്യൂസിലാൻഡ് സീരീസ് എടുത്ത് നോക്കിയാൽ തന്നെ ഇറ്റ് വിൽ നോട്ട് ബി ഈസി ഫോർ ഇന്ത്യ. പക്ഷേ സ്റ്റിൽ ഹോം മാച്ച് ഇന്ത്യയിലെ വേൾഡ് കപ്പ് നടക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇന്ത്യ ആസ് എ അപ്പർ ഹാൻഡ്, നോ ഡൗട്ട്. എങ്ങനെയാണ് ഇന്ത്യൻ ടീമിന്റെ ഒരു പ്രതീക്ഷകൾ? എത്രത്തോളം ഏതൊരു ഈ കോമ്പിനേഷൻ തന്നെ തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു 99% സെയിം കോമ്പിനേഷൻ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണല്ലോ. ഐ ഡോണ്ട് തിങ്ക് ദ കോച്ച് വിൽ ഡിസ്റ്റർബ് ദാറ്റ് കോമ്പിനേഷൻ. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന വരുൺ ചക്രവർത്തിയാണ്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ വരുൺ ചക്രവർത്തിക്ക് ഒരുപാട് റൺസ് വിട്ടുകൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാവുന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ടോ കോച്ച് എന്ന നിലയ്ക്ക്? വരുൺ ചക്രവർത്തി ഐ തിങ്ക് ഒരു മാച്ച് വിന്നിംഗ് ബോളർ തന്നെയാണ്. അപ്പോൾ ഒരു മാച്ചിൽ മോശമായിട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ എഫക്ട് ദാറ്റ് മച്ച്. സെയിം കോമ്പിനേഷൻ തന്നെ ആയിരിക്കും 99%. ലോങ് ബൗണ്ടറി ആണെന്നാണ് പറയുന്നത് അഹമ്മദാബാദിൽ. അതൊരു കൺസേൺ അല്ല ആക്ച്വലി ഇപ്പോൾ. ഏതായാലും നമുക്ക് ഇപ്പം വേറെ കുറച്ച് ആളുകളൊക്കെ കൂടിയുണ്ട്. ഇവിടെ ഈ കുരുന്നുകൾക്ക് പരിശീലനം കൊടുക്കുകയും അവർക്കൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന മറ്റ് കുറച്ച് താരങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ? ടീം വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. നമുക്ക് ഈ മാച്ച് ഓർക്കുമ്പോഴേക്കും വലിയ പ്രതീക്ഷ തന്നെയാണ്. വേറെ 2-3 ആളുകളൊക്കെ കൂടിയുണ്ട്. ഇവര് ഈ കുരുന്നുകൾക്ക് പന്തെറിഞ്ഞു കൊടുക്കുകയും അവർക്കൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യ ഉള്ളത്, കേരളമുള്ളത്. കാരണം സഞ്ജു ഇറങ്ങുകയാണ്. എങ്ങനെയാണ് സഞ്ജു വീണ്ടും ഇപ്പോൾ തുടർച്ചയായി മത്സരത്തിൽ വലിയ പോരാട്ടം, വലിയ മികവൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്? അതെ, നല്ല പ്രതീക്ഷയാണ്. ഇന്നും സഞ്ജു 100 അടിച്ച് നമ്മളെ ജയിപ്പിക്കുന്നത് തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ ഇന്ത്യൻ ടീം ഫുള്ള് നല്ല പ്രതീക്ഷയാണ്. കാരണം നല്ല ഫോമിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതേപോലെ എല്ലാവരും ഇന്ന് കളിച്ച് നമ്മൾ കപ്പടിച്ചേ വരത്തുള്ളൂ. അത് നല്ല പ്രതീക്ഷയിലാണ്. ഇതാണ് എല്ലാവർക്കും പറയാനുള്ളത്. വലിയ പ്രതീക്ഷയിലാണ് ഈ കുരുന്നുകളും ഒപ്പം തന്നെ ഈ ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാവരും ഉള്ളത്. കേരളം ആകെ പ്രതീക്ഷയിലാണ്. സഞ്ജു ഉള്ളത് കൊണ്ട് മാത്രമല്ല, സ്വാഭാവികമായും ന്യൂസിലൻഡ് ഒരു വെല്ലുവിളിയാണ്. പക്ഷെ ആ വെല്ലുവിളി ഇപ്പോഴത്തെ ബാറ്റിംഗ്, ബോളിംഗ്, ഓൾറൗണ്ട് മികവിൽ മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കേരളം ആകെ തന്നെ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ആകെ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്തത്. ക്യാമറമാൻ CS ബൈജുവിനൊപ്പം കൊച്ചിയിൽ നിന്നും കെ പ്രശാന്ത്, അമൃത ന്യൂസ്.